ഓണം വർക്ക് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരുപാട് കട്ട് പീസുകൾ ബാക്കിയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു കുർത്തി ചെയ്താലോ? അപ്പോൾ വേഗം വാ. ഓണത്തിന് വേണ്ടിയിട്ട് ഒരടിപൊളി കുർത്തിയാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അളവിന് പറ്റിയ രീതിയിലൊക്കെ കിട്ടില്ല എന്ന് വിചാരിച്ചെങ്കിലും കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. കൈയിൻ്റെ ഭാഗത്തെത്തിയപ്പോഴേക്കും വേറെ പീസ് എടുക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ കഴുത്തിന് ഒരിത്തിരി ഭംഗി കൂട്ടട്ടെ എന്ന് വിചാരിച്ച് വേറെ ഒരു കളർ പീസും കൂടി എടുത്ത് വെച്ചു. എന്നാൽ കുറച്ചും കൂടി ഭംഗിയാവട്ടെ എന്ന് വിചാരിച്ചാൽ കല്ലിൻ്റെ പണിയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളുടെ സെറ്റിങ്സൊക്കെ നല്ല രീതിയിൽ ടൈറ്റാക്കി വെച്ചു കേട്ടോ. ചെറിയ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സൊക്കെ കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ ഈ ഷുഗർ ബീഡ്സ് കൂട്ടന്മാരെ കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. ആര്യ വർക്കൊന്നും ചെയ്യില്ലെങ്കിലും ഈ വർക്ക് നമുക്കറിയാം കേട്ടോ. ഈ രീതിയിലായിട്ടുണ്ട്. പിന്നെയും കുറച്ചും കൂടി പണിയൊക്കെ ഞാൻ സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫൈനലി ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഷോൾഡർ ഭാഗവും കഴുത്തിൻ്റെ ഭാഗമൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതല്ലോ. ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? പക്ഷേ കല്ലിൻ്റെ വർക്കുള്ളത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. കഴുത്തിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച സൂചി ഒടിഞ്ഞു പോകുന്നു. പക്ഷേ ആൾ നമ്മളെ ചതിച്ചില്ല കേട്ടോ. ഇതാ ഇങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതിച്ചടിക്കുകയും കൂടി ചെയ്യണം. തയ്ച്ചടിച്ചു. ഇനി നമുക്ക് കൈയൊക്കെ വെട്ടിയെടുക്കാം. നമ്മൾ കൈയൊക്കെ വെട്ടിയെടുത്ത് നമ്മളുടെ ചുരിദാർ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. നല്ലതാണെങ്കിൽ നല്ലതെന്ന്, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്നും പറയാം. ആരും അങ്ങ് തളർത്തിക്കളയരുത് കേട്ടോ. എൻ്റെ ഒരു ഉഷാറിന് അങ്ങ് തയ്ച്ചെടുത്തതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ് കൈയിൻ്റെ ഭാഗത്ത് വേറൊരു പീസാണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇനിയൊരു കുട്ടി ഫോട്ടോഷൂട്ടും കൂടി ആയാലോ?